എന്നാലും പേരൻസിന് ഓൾവേസ് ടെൻഷൻ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് തന്നെ ഇതുവരെ നമ്മുടെ മക്കൾ ഇവിടെ ജനിച്ചു വന്നാൽ ആരും തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് തെറ്റിപ്പോയതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടും. ഒരു ഗാഡ്ജറ്റ്സും ഇല്ലാത്ത കാലത്ത് ജനിച്ച് വളർന്ന് എല്ലാ ഗാഡ്ജറ്റ്സും ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള രീതിയിലേക്ക് എത്തുക, അപ്പൊ രണ്ടിനെയും അറിയാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. കമ്മ്യൂണിറ്റി ഭാഗമായി കാണുന്ന മുഴുവൻ. അത് ശരി. എത്ര ഏക്കറാന്ന് പറഞ്ഞേ? 1500. 1500. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു ജെൻസിയുടെ കാലമൊക്കെ ആണല്ലോ. ഈ കാലഘട്ടത്തിൽ ജനിക്കാതെ പോയത് ഒരു നഷ്ടമായിട്ടൊക്കെ തോന്നുന്നു. പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ ബേബി ബൂമറല്ലേ, ആ ബേബി ബൂമറിന് ഏർലി ബേബി ബൂമേഴ്സ്. അന്ന് നമ്മളെ മാതാപിതാക്കന്മാർ വളർത്തിയ വിധം ഇതൊക്കെ ഇന്നും നല്ലതായിരുന്നു. എല്ലാം ശരിയായിരുന്നല്ല, അടിയൊക്കെ കിട്ടിയതൊന്നും ശരിയാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ എൻഡ് റിസൾട്ട്സ് നല്ലതായിരുന്നു ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ആളാണ്. ഈ ജെൻസിയിൽ ഇനിയിപ്പം അങ്ങോട്ട് മാറും, കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ പേരൻസിൻ്റെ കൺട്രോളിന് വെളിയിൽ പോകുന്നുണ്ട്. ഇന്നിപ്പം സെൽഫോൺ ഇല്ലാത്ത പിള്ളേരില്ല, ലാപ്ടോപ്പ് ഇല്ലാത്ത പിള്ളേരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഒരു ഫാമിലിയുള്ളവരെ പറയായിരുന്നു, അവന് കഴിക്കണമെങ്കിൽ അവൻ ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ പിള്ളേർ അടങ്ങിയിരിക്കണമെങ്കിൽ ഇത് കൊടുത്താലേ ഒക്കത്തുള്ളൂ. സമൂഹ ജീവിതത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ മാറിപ്പോകും. എല്ലാ ഇൻഡിവിജ്വൽസിലേക്കാണ് കൂടുതലും വരുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതെല്ലാം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ പറയായിരുന്നു, എങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും അറിഞ്ഞത്? ഏതെങ്കിലും വീട്ടിലൊരു കല്യാണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2-3 ദിവസം മുമ്പ് അവിടെ പോയി ഈ കസിൻസ് എല്ലാം കൂടെ ഓടി നടന്ന് കളിച്ച് അവിടുന്ന് കിട്ടുന്നത് തിന്നു, അല്ലെങ്കിൽ ഫാമിലിക്കാരെല്ലാം കൂടെ വന്നു. സോ യു ബിൽഡ് അപ്പ് എ കമ്മ്യൂണിറ്റി ദാറ്റ് ആസ് എ ബോണ്ട്. ഞാൻ പണ്ടൊക്കെ പറയും, ഞാൻ സ്കൂളിൽ വഴക്കുണ്ടാക്കിയാൽ ഞാൻ വീട്ടിൽ ചെല്ലുന്ന വീട്ടിലറിയും. ബോർഡിങ്ങിലാണ് പഠിച്ചെന്ന് പറഞ്ഞാലും അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി അത് ഇവിടെ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ന്യൂ ഹൂ യു ആർ, ഓൾ കെയർ ഫോർ ദ കമ്മ്യൂണിറ്റി. ഇപ്പം അങ്ങനെ ഇപ്പം എല്ലാം ഒരു അച്ഛനായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ പോയി എന്തെങ്കിലും ചെയ്താൽ പിറ്റേ ദിവസം ടീച്ചർ നിന്നെ അവിടെ കണ്ടല്ലോ, നീ എന്തിനാ അവിടെ വന്നതെന്ന് ചോദിക്കും. ഇന്നത്തെ ടീച്ചേഴ്സിന് ചോദിക്കാനുള്ള ഒരു ഇതും ഇല്ല. അപ്പൊ അതുപോലുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു പഠിപ്പിക്കുന്ന ആളിനപ്പുറമായിട്ട് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി. ഇപ്പം എൻ്റെ മൂത്ത മകളുടെ കല്യാണ സമയത്ത് ഞാൻ അവളെ കിൻഡർ ഗാർഡനെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കല്യാണത്തിന് ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, യു ഹാവ് ടു കം ആൻഡ് ബ്ലസ്. അത് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പം നമ്മൾ വിളിച്ച അവർ വരികയില്ല, അവിടെ നടക്കുകയല്ലോ എന്ന് പറഞ്ഞ പോലെ. ഒരു ഗാഡ്ജറ്റ്സും ഇല്ലാത്ത കാലത്ത് ജനിച്ച് വളർന്ന് എല്ലാ ഗാഡ്ജറ്റ്സും ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള രീതിയിലേക്ക് എത്തുക, അപ്പൊ രണ്ടിനെയും അറിയാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് എനിക്ക് തോന്നുന്നത്. California is a very liberal state. Lot of the gay movement started in gay, lesbian, they call it LGBTQ. Okay. Also, San Francisco that's basically started in San Francisco. There's a lot of other, even their communities, Tenderloin and some of the other communities are not there. So there's a lot of freedom for them. They do, they influence a lot of the decisions. AIDS all primarily is transmitted because of that kind of a behavior. But I don't think now anybody will stand up and speak against it. Even politicians don't, because they need the vote for the next election. So everybody seems to support. One of the things is that, there was a write-up about how can a minority be known. This will make a lot of noise. You go to San Francisco, they have the gay parade. Now they use this rainbow-colored flag, which is spectrum of 4 colors. They say, okay, now we accept everybody, right? Okay. That is for, and
you know the group called drag queens? They're men who like to dress up like ladies. Oh, okay. They call drag queens. In India, when we talk about transgender, it is totally different from what you see in America. In India, transgender is because you're physically, handicapped with your sexual organs. Here is more people choose to be that way. Okay. That's So is it a attitude problem or psychological? They want to live that. You're familiar with the hippies. Yeah. Why did the hippies come up? It's not an attitude. It's not a psychological problem. Yeah. They had so much wealth and didn't know what to do. They created their own community, their own drugs, and their own people, and doing it. Similarly, that's what's happening here in the gay and lesbian community. There may be one or two true people who are, homosexuals, but they want that thing to grow. So they made this as a thing that's try to attract more youngsters and people into it. So it has made a social acceptance. Yeah, now. There's a lot of social acceptance here. Even though, the president, is forcing saying there's only two sex, and a lot of places, a lot of states, they say that, but it's prevalent in many places. Yeah. What makes us different, because we are a Christian and believe in what, we see in the Bible, is that all these things are going to happen. How do we isolate from that and follow what Jesus wants us to do? That's where, you can go with the flow. Yeah. People even if you're not a gay or lesbian, they go dance for the, the parade and all those, because they think it's fun. When you indulge yourself into that kind of things, you're losing your spiritual, moral build-up. Yeah. And nowadays, one of the things about the Z generation is that they want to accept everything. They want peace. They want, they'll say, what's wrong with that? They are that way, so let them be. Okay. But do you have to be part of it or not? That's the other question. Yeah. നമ്മുടെ ക്യാരക്ടർ അറിയണം, നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടാൽ മതി. I think it is, people are happy they could afford it. Yeah. People are happy they could do it. Yeah. Now, is there arrogance? Yes. Some cases. A story was that Asian kid, I don't know whether it's Indian or Chinese or whatever it is, he was, driving a Tesla, did something illegal, and the police confiscated his car. He said, no problem, I'll go buy another one. That's arrogance. Yeah. But a lot of other people, for our kids, they could send them to good schools, they could, it is tight and tough, but at least having that kind of finance available, they can. And a lot of them, I don't know about the newer generation here, the earlier generation, like our kids, they're all kind of focusing on saying, because they come from some of the influence from us or so, I don't know, but they say, I want to pay off my house and live in here. Yeah. That kind of attitude, which is good. Yeah. They struggle, they work harder, then pay it off, and they have their comfortable later lives. Even for marriage, they look after their own marriage. So they decide whom to call. That is good in many senses, so parents don't have to worry about it. Yeah. Bad in the sense that parents worry too much. Yeah. Yeah. So because of the reason that they had to work harder and all those, that is one of the big drawback for the future. Yeah. Because a lot of the kids now, especially girls, they don't want to marry. They're independent. They have wealth. They say, why should I be subordinate to someone else? Yeah. I don't want to cook and clean for somebody else. I can just do anything. And a lot of the couples who marry decide that we can't afford to have a child. So even if we have a child, we only need one. Yeah. So the recent statistics is that all countries, including China, Japan, Germany, even US, is going to be suffering for lack of laborers because the population is not growing. Yeah. Today,
India has the largest number of younger generation. Okay? Yeah. But this younger generation don't have many kids. So once that is done, where are the people who are going to do the work? ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അവരുടെയൊക്കെ ഒരു രീതി നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന രീതിയായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ ആൾക്കാരെ കൊണ്ട് എന്തുമാത്രം സാധിക്കുമായിരുന്നു? ആർ ദേ ഔട്ട് ഓഫ് കൺട്രോൾ? ആദ്യ കാലങ്ങളിൽ ഇത് വളരെ പ്രയാസമുള്ള കാര്യം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്ന സമയത്ത് ഇവര്, ഞാൻ പറയുന്ന സാധനം എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് 3 കൾച്ചർ അവർ ഫേസ് ചെയ്തു. ഒന്ന് പെരയ്ക്കാത്ത കൾച്ചർ, എല്ലാവരും നാട്ടുകാരെ പോലെയാണോ നമ്മുടെ ആഗ്രഹം. ഇവരിവിടുന്ന് വെളിയിൽ പോയി കഴിയുമ്പം ഇവിടെയുള്ള ജനറൽ ഈ TV കൂടെ ഒക്കെ കാണുന്ന കൾച്ചർ, പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അതുപോലത്തെ ഒരു കൾച്ചർ. സോ അത് കാരണം ഒത്തിരി അവർ തന്നെ ടെൻസ്ഡ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻകളാണ്. അവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്യാൻ വി ഡേറ്റിന് പോകുന്നതിന് എന്താ കുഴപ്പം, യുനോ, അല്ല ഇങ്ങനെ പോകുന്നതിന് എന്താ കുഴപ്പം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻ. അപ്പം ഞാനൊക്കെ ഒത്തിരി സമയം പിള്ളേരോട് ഇരുന്ന് ചെലവഴിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടൊക്കെ ആയിട്ട്. പിന്നെ അന്നത്തെ കാലം ഞങ്ങൾക്ക് പറ്റിപ്പോയ അബദ്ധം എന്നാന്ന് വെച്ചാൽ ഒരു മലയാളിയുടെ ഒരു ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇവരാരും മലയാളം പഠിച്ചില്ല. അതേസമയം സാൻ ഫ്രാൻസിസ്കോയിൽ നമ്മൾ പള്ളി തുടങ്ങി, ഇവിടെയും പള്ളി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് തന്നെ നല്ലൊരു ഗ്രൂപ്പുണ്ട്. ആദ്യ കാലങ്ങളിൽ നാട്ടിൽ നിന്ന് വന്ന യങ്സ്റ്റേഴ്സും ഇവിടെ ചെന്ന വളർന്ന യങ്സ്റ്റേഴ്സും തമ്മിലൊരു ക്ലാഷ്, ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവൻച്വലി they're doing it better. So I think നെക്സ്റ്റ് ജനറേഷൻ, ഇപ്പോൾ ഉള്ള ജനറേഷനൊന്നും ഞങ്ങളുടെ സമയത്ത് ഫേസ് ചെയ്ത പോലത്തെയുള്ള കുഞ്ഞുങ്ങളെക്കൊണ്ടുള്ള ഡിഫിക്കൽറ്റി കുറവാണ്. എന്നാലും പേരൻസിന് ഓൾവേസ് ടെൻഷൻ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ദൈവത്തിൻ്റെ വലിയ കുറവ് കൊണ്ട് തന്നെ ഇതുവരെ നമ്മുടെ മക്കൾ ഇവിടെ ജനിച്ചു വന്നാൽ ആരും തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് തെറ്റിപ്പോയതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടും. എല്ലാവരും ഒരുവിധം പഠിച്ചൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ആയിട്ടുണ്ട്, അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി സാറ് ചോദ്യം ശരിയാണ്. ഇറ്റ്സ് ഓൾവേസ് എ ടെൻഷൻ ഫോർ ദ പേരൻസ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാനൊന്നും ചെയ്യണം അങ്കളെ എങ്ങനെ പിള്ളേരെ വളർത്തി, പിള്ളേരെ എങ്ങനത്തെ. ഞാൻ പറഞ്ഞു, കുഞ്ഞെ മുട്ടുമ്മേ ഇരുന്ന് കണ്ണീര് പോയിച്ചിട്ട് തന്നെ പിള്ളേർ ഇത്ര, എന്നാൽ തന്നെ മുഴുവൻ നമ്മൾ പറഞ്ഞ പോലെ വന്നോന്ന് പോലും എനിക്ക് അറിയത്തില്ല. നമ്മൾ പിള്ളേരെ യു ഹാവ് ടു ഗീവ് അറ്റൻഷൻ ടു ദം. ഒത്തിരി ചോദ്യങ്ങൾ പിള്ളേർക്കുണ്ട്. ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, നിങ്ങളിങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ കുറച്ച് ദിവസം ആവശ്യമായിട്ട് പറഞ്ഞ് ഇവിടത്തെ ആളുകളെ കല്യാണം കഴിക്കുന്നത് ഒരു സ്ഥിരമായ കാര്യമായിട്ടുണ്ട്. അതിപ്പം അമേരിക്കനോ അല്ലെങ്കിൽ ഏതാണെങ്കിലും മെക്സിക്കനോ അത് ഇനിയിപ്പം കൂടി ചെല്ലുന്നതും അത് നമുക്ക് കണ്ടേ പറ്റുള്ളൂ. അപ്പൊ നാട്ടിൽ തന്നെ അവിടെ ഇപ്പം ആളുകളെല്ലാം പല രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ ഒരു എൽഡർലി ക്രൗഡേ ഉള്ളൂ. അവരുടെയും കൂടെ കാലം കഴിഞ്ഞാൽ ഈ പള്ളികളൊക്കെ എന്താവും സ്ഥിതി? അവിടെ ഇപ്പം മോടി പിടിപ്പിക്കലും പുതിയത് പണിയലും ഒക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്താവുന്നുള്ളത് അപ്പം അച്ഛൻ പറഞ്ഞതൊക്കെ കണ്ടറിയണമെന്ന് തന്നെ പറഞ്ഞു. എൻ്റെ പേഴ്സണൽ ഔട്ട്ലുക്ക് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരും നിങ്ങൾക്ക് വേണ്ടി പള്ളി തുടങ്ങരുത്. പള്ളി ഷുഡ് ബി ദി നെക്സ്റ്റ് ജനറേഷൻ. ഒരു കോമൺ ഗുഡിന് വേണ്ടിയുള്ള ഒരു എഫേർട്ട് ഇല്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാലേ ഒക്കത്തുള്ളൂ. ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ 1-2 വർഷം ഞാൻ പറഞ്ഞു, എനിക്ക് കമ്മിറ്റിയിലൊന്നും വേണ്ട. ഐ ആം ദെയർ ഇൻ ദ ചർച്ച്. യു നീഡ് സംതിങ്, കം ടു മീ, I'll do it. I do that. Let the youngsters, because ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളെക്കാളും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സാണ്. അതെ, they can do it, they can handle it. You guide them. If you think they are going out of the way, you just talk to them and they do it. കുടുംബത്തെ കുറിച്ച് എങ്ങനെയാണ്? ഫാമിലി എത്ര പേരുണ്ട്? മക്കളൊക്കെ എത്ര പേരുണ്ട്? ഞാൻ, എൻ്റെ ഭാര്യയും എനിക്ക് 3 പെൺമക്കളാണ്. ഓക്കെ. അതിൽ മൂത്താളും ഹസ്ബൻഡും 2 പെൺമക്കളും അവർ ഡാളസിൽ താമസിക്കുന്നു. അവർ 2 പേരും എൻജിനീയേഴ്സാണ്. ഓക്കെ. മക്കൾ, മൂത്ത മോള് കോളേജ് പഠിക്കുന്നു, ഇളയാള് ഹൈസ്കൂളിൽ ജൂനിയർ ആകാൻ പോകുന്നു. രണ്ടാമത്തെ മോള് ആക്ച്വലി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. ഓക്കെ. അവർക്ക് 2 കൊച്ചുമക്കളുണ്ട്. അവർ 4 പേരും ഷിക്കാഗോയിൽ താമസിക്കുന്നു. മോക്ക് സ്വന്തം ക്ലിനിക്കുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇളയ മോൾ എൻജിനീയറാണ്. ഷീ വാസ് എ വൈസ് പ്രസിഡന്റ് ഓഫ് ബോയിങ്. ഇപ്പോഴ് അവൾ സ്നൈഡർ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മക്കളൊന്നുമില്ല. ഓക്കെ.
What personally I've been doing is that I was, because my father was in the missions, he was a medical missionary, so is my parents. So we started to decide, me and my wife along with a couple of other people decided we need to do something back in our home country. So we started an organization called Light the Candle International. Okay. Our goal was to go to the villages in India and help underprivileged children in education, socio-economic development, cultural and spiritual growth. So we started that organization in 2010 and we experimented with a couple of projects in India. Today we have 9 projects, about 730 kids. Oh, And we've been doing that for the last 16 years. yeah. To this day, we have graduated more than 250 people out of that. Oh, really? So that's where I keep my energy and enthusiasm After the Because- retirement. after retirement. So I still continue to do that. Okay. അത് നോർത്ത് ഇന്ത്യയിലാ? It's actually I have in Delhi, in the slums, Ranchi, Orissa, Karnataka, Yeah. and Andhra. We are in the process of looking for one opportunity in Africa. So God willing, they'll come through. Yeah. So that's my Yeah. Okay. Things Very that good. will do After retirement, something കമ്മ്യൂണിറ്റിക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ട എന്നുള്ള വലിയൊരു ആവശ്യം. ബാക്കിയുള്ള yeah. സാധാരണ ആളുകൾ വെറുതെ ഇരിക്കാം, റിലാക്സ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇവിടുത്തെ മാർത്തോമ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് ആദ്യകാലം ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വിരലിലെണ്ണാനുള്ള മലയാളികളെ ഇവിടെ ഉള്ളൂ. സോ അന്ന് ഒക്കെ മാർത്തോമക്കാരും CSIക്കാരും കാത്തലിക്സും പെന്തിക്കോസ്റ്റും ഞങ്ങളെല്ലാം കൂടെ വല്ലപ്പോഴും, ബിക്കോസ് നമ്മൾ വന്ന ബാക്ക്ഗ്രൗണ്ട് നാട്ടിൽ നമ്മൾ പ്രാർത്ഥനയും ആരാധനയൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്കൊത്തിരി താല്പര്യമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും വീട്ടിൽ കൂടി ഒരു പ്രാർത്ഥന ഇതൊക്കെ നടത്തുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതൊക്കെ ആളുകൾ കൂടാനൊക്കെ തുടങ്ങി. അപ്പം പല ആളുകൾ അങ്ങോട്ടേക്ക് കിടുമ്പോൾ അപ്പം നമുക്കിവിടെ ഈ കുട്ടികൾ വളർന്നു വരുന്നപ്പം നമുക്കൊരു റെക്കഗ്നീഷൻ, ഒരു കമ്മ്യൂണിറ്റി വേണമല്ലോ എന്നുള്ള താല്പര്യം വന്നു. ഓക്കെ. അപ്പം അപ്പം ഇവിടെ കൂടുതൽ ആളുകളും മർത്തോമ ഭാഗത്തുള്ള ആളുകളാണ്. അപ്പം നമുക്കിവിടെ ഒരു ചർച്ച ആരംഭിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള താല്പര്യത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഞാനന്ന് മെത്തഡിസ്റ്റ് പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം മെത്തഡിസ്റ്റിലെ പാസ്റ്റേഴ്സ് എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പ്രായം കൊണ്ട്. അപ്പോൾ സണ്ണിവേൽ മെത്തഡിസ്റ്റ് ചർച്ചിലെ പാസ്റ്ററിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല, പുള്ളിക്കാരൻ്റെ പള്ളി നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ആരാധന ആരംഭിച്ചു. ആ ആരാധനയ്ക്ക് ഞാൻ CSIക്കാരനാണ്, മർത്തോമക്കാരും ഞങ്ങളെല്ലാവരും കൂടാണ് അവിടെ ആരാധന തുടങ്ങിയത്. കാലം ചെയ്ത സക്രിയാസ് തിരുമേനി ഇവിടെ ക്രിസ്ത്യൻ പഠിക്കാൻ വന്നിട്ട് തൽക്കാലത്തെ ഇവിടുത്തെ ഒരു ഡയസിൻ ബിഷപ്പ് പോലെ ആക്ട് ചെയ്യുന്ന സമയമാണ്. D. ഫിലിപ്പ് അച്ഛൻ നമ്മൾ അലക്സാണ്ടർ തിരുമേനിക്കുള്ള കാലത്താണ്. അപ്പോൾ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ആരിലും ഇവിടെ അച്ഛന്മാരില്ലാത്തതുകൊണ്ട് D. ഫിലിപ്പ് അച്ഛനും അലക്സാണ്ടർ തിരുമേനിയും എല്ലാം കൂടെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ പള്ളിയിൽ ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു ആരാധന നടത്തപ്പോൾ ഞങ്ങൾ തിരുമേനിക്കൊരു അപേക്ഷ കൊടുത്തു. ഞങ്ങളിങ്ങനെ കുറച്ച് പേരിന് ഞങ്ങൾക്ക് ഒരു പള്ളി തുടങ്ങാനുള്ള അവകാശം തന്നു. അപ്പം അന്ന് തിരുമേനി അത് നമുക്ക് യുവനാമത്തപ്പോഴത്തെ ആണെന്ന് തോന്നുന്നു, മിനോർ ഷുവർ, നമുക്കൊരു ഇത് കോൺഗ്രസ് തുടങ്ങാനായിട്ട് ഉള്ള സമയത്ത് അലക്സാണ്ടർ തിരുമേനി അല്ലേ? അലക്സാണ്ടർ തിരുമേനി അയക്കണം. അത് തിരുമേനി തുടങ്ങാനുള്ള അവകാശം തന്നു. പക്ഷെ ഒന്നുമില്ല, നമുക്കൊരു ഹാർഡ് വർക്ക് കമ്മിറ്റി പോലെ കുറച്ച് പേരേ ഉള്ളൂ. അങ്ങനെ തുടങ്ങി സണ്ണിവേലിലെ പള്ളി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നിരിക്കുന്ന നാട്ടിൽ നിന്ന് വന്നൊക്കെ ചെറുപ്പക്കാരൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ വരാനായിട്ട് തുടങ്ങി. തുടങ്ങിയപ്പോൾ ഇത് വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അച്ഛൻ ആവശ്യമാണ്. ഇപ്പം ഞങ്ങൾക്ക് മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കൽ ലോസ് ആഞ്ചൽസിൽ നിന്നുള്ള അച്ഛൻ ഇവിടെ വന്ന് ശുശ്രൂഷ എടുക്കുക. അല്ലാത്ത സമയത്ത് നമ്മൾ അതിനെ ഒരു റെഗുലർ കമ്മ്യൂണിറ്റി സർവീസ് നടത്തും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് നമുക്കൊരു അച്ഛനെ അഫോർഡ് ചെയ്യാനുള്ള ആളില്ല, അച്ഛന് എക്സ്പെൻസ് ഇതെല്ലാം കൊടുക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ആലോചിച്ചു. അന്ന് ഇവിടെ മറ്റൊരു പുള്ളിക്കാരൻ പറഞ്ഞ PT മാമൻ എന്ന് പറഞ്ഞൊരു അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഇവിടുത്തെ ഒരു ലോക്കൽ ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഈ സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ തിയോളജിക്കൽ കോളേജുമായിട്ട്. അപ്പം ഞങ്ങൾ അവരോട് അന്വേഷിച്ചു, ഞങ്ങൾക്ക് ഇതിൻ്റെ അച്ഛനെ കൊണ്ടുവരണം, നിങ്ങൾ പഠിക്കാൻ സ്കോളർഷിപ്പ് കൊടുക്കാമെന്ന് വെച്ചു. അവർ സമ്മതിച്ചു. ബാക്കിയുള്ളത് ഞങ്ങൾ കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ തിരുമേനി അറിയിച്ചു. തിരുമേനിയെ പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആരെങ്കിലും അച്ഛന്മാർ വെച്ചുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുര്യൻ തോമസ് അച്ഛനും വൈഫും മോളോട് ഇവിടെ വന്നത്.
അച്ഛൻ നല്ല എഫിഷ്യൻ്റ് ആണ്. Yeah. അച്ഛൻ ഇവിടെ വന്ന് കഴിഞ്ഞ ശേഷം സെമിനാരി അവന് കോളേജ് അവർക്ക് ഫ്രീ റെസിഡൻസും ട്യൂഷൻ എല്ലാം കൊടുത്തു. ഞങ്ങൾ അച്ഛൻ്റെ ബാക്കിയുള്ള എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്ത് കാറും ഒക്കെ കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ സ്ഥാപനം. അപ്പോൾ അച്ഛൻ എല്ലായിടത്തും പോയി കാണുക, ആളെ കാണിച്ച് ചർച്ച് സ്റ്റാർട്ടഡ് ഗ്രോയിങ്. അപ്പം അന്ന് നമ്മളൊക്കെ ഞായറാഴ്ച വൈകിട്ട് 3 മണിക്കാണ് സർവീസ്. രാവിലെ മെതൽസ്വയർ അവിടെ പള്ളി വെച്ച് 3 മണിക്ക് 3 സർവീസ് കഴിഞ്ഞാൽ എല്ലാം കൂടി. അപ്പം സാക്രമെൻറ്റോ തൊട്ട് സാനസെ വരെയുള്ള ആളുകൾ ഇവിടെയുള്ളൂ ആരാധന. അത് കഴിഞ്ഞിട്ട് 22 വർഷം മുമ്പ് ഒരു പള്ളി വേണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട്. കുറേ എല്ലാം ഓടി ഇവിടുത്തെ എക്സ്പെൻസ് നമുക്ക് അഫോർഡ് ചെയ്യാനുള്ള പള്ളിയൊന്നും കിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിവർമോറിൽ ഇവരെ നാസറീൻകാരുടെ ഒരു ചർച്ച് അവർ വിൽക്കാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ച് അവരുടെ പാസ്റ്ററിനോടൊക്കെ സംസാരിച്ച് പറഞ്ഞു, ഈ പള്ളി നിങ്ങൾ ആർക്കും കൊടുക്കരുത്, ഞങ്ങൾക്ക് തന്നെ തരണം. കാണിച്ചാൽ അത് അവരുടെ ഫോർ ഫാദേഴ്സ് ബിൽഡ് ചെയ്ത പള്ളിയാണ്. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ട് പള്ളിയായിട്ട്. ഞങ്ങൾക്ക് അന്നേരം പള്ളിയായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എനിവേ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് അവർ ചോദിച്ച വിലയ്ക്ക്, നമ്മൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്കത് തന്നു. അങ്ങനെയാണ് ആ പള്ളി കിട്ടിയത്. അപ്പോൾ അന്നേരം പിന്നെ നമ്മളവിടെ ചെറിയ മദ്ബഹായും ഒക്കെ പണിത് അവിടെ സർവീസ് തുടങ്ങി. അങ്ങനെ അത് അങ്ങനെ അത്രയൊക്കെ ആയപ്പോഴത്തേക്ക് 2-3 അച്ഛന്മാരൊക്കെ 3-4 അച്ഛന്മാർ മാറി വന്നു. ശരിക്ക് വളരാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ ഒരു 200 ഫാമിലിയോളം ആയി. അപ്പോൾ അത്ര ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു 45 to 50 മിനിറ്റ്സ് ഉണ്ട് അവിടെ പോകണമെങ്കിൽ. അപ്പോൾ എല്ലാ സൺഡേയിലും ഇവിടുന്ന് താല്പര്യമായിട്ട് ആളുകൾ ഇപ്പോൾ സാന്റാക്രൂസിൽ നിന്നൊക്കെ വരുന്നവർ ഓൾമോസ്റ്റ് 1.5 hour ഡ്രൈവ് ചെയ്ത് ആ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഈ ഇലക്ട്രോണിക്സ് നമ്മുടെ ടെക്കായിട്ട് വന്നേക്കുന്ന പിള്ളേർ പലരും ഈ ദൂരം കാരണം പള്ളിയിൽ പോകുന്നു. അവർ ചിലർക്ക് ലോക്കൽ പള്ളിയിൽ പോകുന്ന. ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, നമുക്കിവിടെ സൗത്തിൽ പള്ളി തുടങ്ങുകയാണെങ്കിൽ ഈ പിള്ളേർക്കൊക്കെ വരാൻ സൗകര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബിജു പി സാമൻ അച്ഛനോടുള്ള സമയത്ത് ഞങ്ങളൊരു അച്ഛനെ കൂടെ തിരുമേനി അന്ന് ഇപ്പോഴത്തെ മെത്രാപ്പൊലീത്ത ഇവിടുത്തെ ഡയസും ബിഷപ്പ് തിരുമേനിക്ക് കൊടുത്തു ഇങ്ങനെ ഇത്. അപ്പം തിരുമേനി അത് ഇതൊരു അവിടുത്തെ ജനറൽ ബോഡി ചോദിച്ചു അവർക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ. അപ്പം അവിടുന്ന് 14 ഫാമിലീസ് ആ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇവിടെ. അപ്പം ഇവിടെയും ആരാധന സ്ഥലം വേണമല്ലോ. ഞങ്ങളുടെ സാൻഡസിൽ റെന്റ് ചെയ്തത്, അതും ഈവനിങ് ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെയുള്ള ലോക്കൽ പിള്ളേരൊക്കെ വരാൻ തുടങ്ങി, 10-40 ഫാമിലിയൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ പള്ളി അവർ രാവിലെ സമയത്ത് തരാമെന്ന് പറഞ്ഞു. കൺവീനിയൻ്റ് ആണ്. സോ അങ്ങനെ അത് കെട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് 96-98 ഫാമിലിയുണ്ട്. ഓക്കെ, ഇതെന്താ വാടാമില്ല? വാടാമില്ല. ഉണ്ടോ അതോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോ? ഇവിടെ കിട്ടും. ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ. ശരി. ഓക്കെ, അത് സീനിയ. ഇതൊക്കെ സീനിയ. അതെല്ലാം സെയിം തന്നെ. സീനിയ പല കളറിലുള്ളത്. ഓക്കെ, സീനിയ. ഇതെല്ലാം ഫ്രൂട്ട്സിലെ കാണാറുണ്ട്. ആക്ച്വലി ഇതൊരു ബ്ലാക്ക്ബെറിയുടെ ഇതാണ്. ശരിയാ, ഇതിലൊക്കെ ഫ്രൂട്ട് തീർന്നു. ശരി. ബ്ലാക്ക്ബെറി. ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. കമ്മ്യൂണിറ്റി ഭാഗമായി കാണുന്ന മുഴുവൻ. ശരി. എത്ര ഏക്കറാന്ന് പറഞ്ഞേ? 1500. 1500. ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പൊ ഇതില് നമുക്ക് ഇതിനകത്തൂടെ പോയാൽ അങ്ങോട്ടൊക്കെ കയറാൻ പറ്റും. ഓക്കെ. വേറെ എന്തൊക്കെയാ കൃഷി? ഓക്കെ. ഇത് ആക്ച്വലി പോമഗ്രാനൈറ്റ് ആയത് ഇതുവരെ ഉണ്ടാകാൻ തുടങ്ങിയില്ല. ആണോ? ഞാൻ ചിലയിടത്തൊക്കെ ചില വീടുകളിൽ കണ്ട് ഞാൻ വളർന്ന് കിടക്കുന്നു. ആന്റി ഏത് വർഷമാണ് ഇവിടെ വന്നു?
73-ൽ 73. 1973. ഏത് 73. ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തതൊക്കെ? ഞാനിവിടെ ആദ്യം വന്നപ്പം ഇവിടെ സാനോസെ ഹോസ്പിറ്റൽ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കൈസറിലോട്ട് മാറി. കൈസറിൽ 10-38 വർഷം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു. ഇത് നേവൽ ഓറഞ്ചാ, മറ്റേ സീസൺ കഴിഞ്ഞപ്പോൾ അത് പുതിയ വന്നിട്ടേ ഉള്ളൂ. നേവൽ ഓറഞ്ച്. പിന്നെ ലെമൺ ഉണ്ട്. ഇതേക്ക് 360 ദിവസം ലെമൺ. ഓക്കെ, 360 ദിവസവും. 360 ദിവസം ഇപ്പൊ ഒരു ബാച്ച് പോയിട്ട് അത് പുതിയ വന്നോണ്ടിരിക്കും. ഓ ശരി. കണ്ടോ, പച്ച ഒരുപാടുണ്ട്. ഇപ്പൊ പഴുത്തതിനകത്ത് കിടപ്പുണ്ട്. താഴത്തേക്ക് പറിച്ചു പറിച്ചു. ഞങ്ങളവിടെ പോകുന്ന ഞങ്ങളുടെ കോളനിയുടെ അവിടെ ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നു, ആൾക്കാർ ആവശ്യമുള്ളവർക്ക് എടുത്തോണ്ട് പോകാൻ വേണ്ടി. ഇത് ഓൾറെഡി ഉണ്ടായി കിടപ്പില്ല. കുറെ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയും സീസൺ ഇല്ല, തണുപ്പാവുമ്പം ഇത് കായ്ക്കുകയല്ല, പിന്നെ ഉണ്ടാവത്തുള്ളൂ. ഇതാണ് ആപ്പിള്. ഇതില് 3 വെറൈറ്റി ആപ്പിൾസ് ഉണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തോ? അങ്ങോട്ടുള്ള ചുവന്ന് കാണുന്നത് ഫൂജി, ഇപ്പുറത്തോട്ടുള്ളത് ഇത് റെഡ് ഡെലീഷ്യസ്, മറ്റേ വേറെ ടൈപ്പ്. അങ്ങനെ 3 ടൈപ്പാണ്. 3 ഇപ്പൊ കായ്ച്ചിട്ടുണ്ടോ? 3 കായ്ച്ചിട്ടുണ്ട്. പക്ഷെ 3 പഴുക്കുന്ന സീസൺ ആദ്യം ഫൂജി പഴുക്കും, മറ്റേത്. അത് ശരി. 3 സീസണിലാണ് ഉണ്ടാകുന്നത്. പിന്നെ പെർസിമൻ ഉണ്ട്, മൽബറി ഉണ്ട്. ഇതൊക്കെ സീസൺ കഴിഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. ഈ വർഷം മൽബറി. അല്ല, നമ്മള് ഫ്രണ്ടിൽ മൽബറി ഉണ്ടോ? അത് തന്നെയാണോ? ഫ്രണ്ടിലും മൽബറി. ബ്ലാക്ക്ബെറി. ഇത് നമ്മുടെ നാട്ടിലെ മൽബറി അല്ലേ സാർ? പക്ഷെ ഇത് പാകിസ്ഥാനി മൽബറി. ഇത് ഓൾമോസ്റ്റ് 4 ഇഞ്ച് നീളം. ഓക്കെ. ഇത് ഇതാണ് ബ്ലൂബെറിയാ. ബ്ലൂബെറി പ്ലാന്റ്. ഇതോ? ഇത് അതിനൊക്കെ ചൂടിച്ചിട്ട് ഭയങ്കരമാണ്. അത് കാരണം കരിഞ്ഞു തുടങ്ങി. വാഴ ഒരു സെന്റിമെന്റ്സിന് വേണ്ടി നിർത്തിയേക്കുമായിരിക്കും അല്ലേ? ഇലയപ്പം ഉണ്ടാക്കി ഞങ്ങള് കഴിഞ്ഞ ദിവസം. ആണോ? അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അത്രേ ഉള്ളൂ. സീസൺ ആകുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും. പക്ഷെ മൂട് നിൽക്കും അല്ലേ? അടുത്ത വർഷം പിന്നെ കൊച്ചു ബേബീസ് ഉണ്ട്. ഇതിപ്പോ വന്നതാ, വേറെ ഒന്നും വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ വർഷം ഒന്നും എല്ലാം കൃഷി മോശമാണ്. ഈ കാലാവസ്ഥ ഒത്തിരി മാറിയോണ്ട്. മറ്റേ ടൊമാറ്റോ ഒക്കെ ഇഷ്ടം പോലെ ഉള്ള ഞങ്ങളുടെ കരിയാപ്പ അത്രേ ഉള്ളൂ. കൊച്ചു കരിയാപ്പ. അത് ഈ വർഷം വെട്ടിയില്ല, അത് കാരണം അങ്ങനെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു. പക്ഷെ അധികം നാളായതാണോ? വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ടയ്ക്ക അവിടെ വീട്ടിലും ഉണ്ടായിട്ട്. പാവയ്ക്ക ഉണ്ട്. പാവയ്ക്ക വലുതായിട്ട് കിടക്കുന്നു. ഒത്തിരി പാവയ്ക്ക ഉണ്ടാകുന്ന സാധാരണയാ. എല്ലാം സെന്റിമെന്റൽ ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്റെ ഫേവറേറ്റ് ചെടിയാ അത്, മുല്ല. അത് തൈ മാറ്റി മാറ്റി വെച്ചാ കൂടുതൽ. അതെ. കമ്പ് വെട്ടി വെക്കാമെന്ന് ഓർത്തിരിക്കുക. അതിന്റെ ഈ വർഷം കഴിയും, ഈ ഒരു വിന്റർ ആകുമ്പോഴത്തേക്ക്. അങ്ങനെ. എത്ര? 3/4 ഏക്കർ അല്ലേ? എത്ര ബെഡ്റൂം ഒക്കെ വീട്? ഇത് 4 ബെഡ്റൂം, 4.5 ബാത്ത്, പിന്നെ ഒരു ഓഫീസ്, സ്റ്റഡി. ഈ ഹില്ലി ഏരിയ വലിയ ചൂട് കുറവുണ്ടാവും അല്ലേ? ചൂട്, കാറ്റുണ്ട്. നല്ല കാറ്റാണ്. എയർപോർട്ട് ഇവിടെ അടുത്താണോ? ഇവിടെ സാൻസ് എയർപോർട്ട് 20 മിനിറ്റ്സ്. സാൻ ഫ്രാൻസിസ്കോ നമുക്കൊരു 45-50 മിനിറ്റ്സ്. ഓക്കെ. അതുപോലെ വേറെ ഓക്കലൻഡ് എന്ന സ്ഥലമുണ്ട്. ബേയുടെ അപ്പുറം ഓക്കലൻഡ് എയർപോർട്ട് ഉണ്ട്. അങ്ങനെ 3 എയർപോർട്ട് നമുക്ക് അടുത്തടുത്തുണ്ട്. ഏതാ ബിസി എയർപോർട്ട്? ഇന്റർനാഷണൽ എയർപോർട്ട്? സാൻ ഫ്രാൻസിസ്കോ. 3 ഇന്റർനാഷണൽ ആണ്, പക്ഷെ മെയിൻ ഈസ് സാൻ ഫ്രാൻസിസ്കോ. ഇവിടെ സാനസെ ഇന്റർനാഷണൽ. അവിടെ നിന്ന് ആക്ച്വലി മെക്സിക്കോയിൽ നിന്നോ ജപ്പാനിൽ നിന്നൊക്കെ 1-2 ഫ്ലൈറ്റുകൾ, അധികമില്ല. ഓക്കെ.